ഇപ്പോൾ അഡ്വക്കേറ്റ് അൻസൽ തങ്ങൾ കുഞ്ഞുകൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് അൻസൽ തങ്ങൾ കുഞ്ഞ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെയാണ് നടി റിനി ആൻ ജോർജ് ഇങ്ങനെ ഒരു വിവാദത്തിൽ പെടുകയും തുടർന്ന് അവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിരവധി അധിക്ഷേപകരമായിട്ടൊക്കെയുള്ള ഒരുപാട് കമന്റുകളും വീഡിയോകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ അതിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഷാജി സ്കറിയ, രാഹുൽ ഈശ്വർ എന്നിവർക്കാണ് പ്രതികളാക്കി കേസ് എടുത്തിരിക്കുന്നത്. നിലവിൽ ഇതിന്റെ ഒരു അല്ലെങ്കിൽ ഒരു നിയമസാധുത അതെങ്ങനെയാണ്? ഇപ്പോൾ രാഹുലിനോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ രാഹുൽ പറയുന്നത് എൻ്റെ ഒരു വീഡിയോയുടെ ഒരു ലിങ്ക് മാത്രമേ ഉള്ളൂ, എന്നെക്കുറിച്ച് ഒരു വരിയിൽ മാത്രമേ അതിൽ പറയുന്നുണ്ട് എന്നാണ്. എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു സാധ്യത? കേൾക്കാമോ? കേൾക്കാം, പറയാം. ഒരാൾ പരാതിപ്പെട്ടാൽ ആ പരാതി വ്യാജമാണെങ്കിൽ അല്ലെങ്കിൽ ആ പരാതി കൃത്രിമമായി നിർമ്മിച്ചതാണെങ്കിൽ അഗ്രീവ്ഡ് ആയിട്ടുള്ള ആളിന് ഉറപ്പായിട്ടും കോടതിയെ സമീപിക്കാൻ കഴിയും. കോടതിയെ സമീപിക്കാൻ കഴിയുന്നത് കോമ്പൻസേഷൻ, ഡിഫോമേഷൻ എന്നീ കേസുകൾ ഫയൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയും. പക്ഷേ ഈ അടുത്തിടെയായിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം നമ്മുടെ നാട്ടിൽ വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നത് വളരെ ആരോഗ്യകരമായ ഒന്നല്ല എന്നുള്ളത് നോക്കിക്കാണാൻ കഴിയും. ഒന്ന് നോക്കൂ, ഇപ്പോൾ റിനി എന്ന് പറഞ്ഞ ഒരു നടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പരാതി, ലൈംഗികപരമായിട്ടുള്ള ആരോപണമോ അല്ലെങ്കിൽ അവർ നേരിട്ട ഏതെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പരാതി കൊടുത്താൽ അവരെ സോഷ്യൽ മീഡിയയിൽ പരാതി കൊടുത്തതിന്റെ പേരിൽ മാത്രം വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകൾ, പോസ്റ്റുകൾ നിരവധി സോഷ്യൽ മീഡിയയിൽ വരികയാണ്. ഇത് അനാരോഗ്യമാണ്. ഇത് ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ ലക്ഷണമേ അല്ല. അതുകൊണ്ടായിരിക്കാം അവർ പരാതി കൊടുത്തത്. അവരുടെ പരാതി അന്വേഷിക്കട്ടെ. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഇവരെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ തേജോവധം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അവർ കൊടുത്തത് വ്യാജ പരാതിയാണെന്ന് ഉത്തമ വിശ്വാസമുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുന്ന രാജ്യത്താണല്ലോ നാം താമസിക്കുന്നത്. അതിനുവേണ്ട നിയമ സംവിധാനമുള്ള രാജ്യത്താണല്ലോ നാം താമസിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇത്തരം പരാതിപ്പെടാൻ പറ്റാത്ത രീതിയിൽ സ്ത്രീകൾ മാറിപ്പോകുന്നത് സോഷ്യൽ മീഡിയയിലൂടെ സമൂഹത്തിന്റെ മുൻപിൽ അവരെ ഇത്തരത്തിൽ തേജോവധം ചെയ്യും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഞാനിപ്പോൾ അവരുടെ ഒരു വാർത്താ സമ്മേളനം കണ്ടിരുന്നു. ആ സ്ത്രീ, ആ നടി ഈ പരാതി കൊടുത്തതിന് ശേഷം മീഡിയയോട് സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടാകുന്ന ആളുകൾക്ക് കൂടി പരാതി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രചോദനമാകട്ടെ ഇത്തരത്തിലുള്ള പരാതി എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടത് എന്ത് പരാതിയാണെങ്കിലും അത് വ്യാജ പരാതിയാണെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കാം. പക്ഷേ അതിന് പകരം ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത് തെറ്റാണ്. ഇത്തരത്തിൽ സ്ത്രീകൾ ഏതെങ്കിലും സ്ഥലത്ത് പൊതുസ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ അവരുടെ വസ്ത്രം അല്പം ഒന്ന് മാറിയാൽ അത് സൂം ചെയ്ത് ഫോട്ടോ എടുത്ത് അത് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും മോഡലിംഗ് സംവിധാനമുള്ള ഫോട്ടോകളാണെങ്കിൽ അതെടുത്ത് വെച്ച് ഫോട്ടോ ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെയും അവരെക്കുറിച്ച് വളരെ മോശമായി എഴുതി പ്രചരിപ്പിക്കുക. ഇത് വളരെയധികം മോശപ്പെട്ട ഒരവസ്ഥയാണ്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മൾ ഇവരോടൊക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതാണ്. അതായത് ഈ പരാതികളൊക്കെ തന്നെയും ഞങ്ങൾ അത് അഭിപ്രായം പറഞ്ഞതാണ്, വിമർശിക്കാൻ പാടില്ലേ, ആ ഒരു രീതിയിലാണ് പറയുന്നത്. അത് ഞങ്ങളുടെ അവകാശമാണ്, അല്ലെങ്കിൽ വിമർശിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായമാണ് അവിടെ രേഖപ്പെടുത്തിയത് മുതലായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതൊരു പഴുതായി മാറാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ഒരാളുടെ സമൂഹത്തിൽ അയാൾക്ക് അനുഭവിച്ച ഏതെങ്കിലും മാനഹാനിയെക്കുറിച്ചോ അല്ലെങ്കിൽ അനുഭവത്തെക്കുറിച്ചോ ഇങ്ങനെ പൊതു ഇടങ്ങളിൽ പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള നിയമതടസ്സവും നമ്മുടെ രാജ്യത്തില്ല. പക്ഷെ മറിച്ച് ഈ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ കളവാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്കെതിരെയുള്ള വ്യക്തിഹത്യയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് അയാളെ തെറിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കള്ള നുണ പ്രചരണമാണെങ്കിൽ ഉറപ്പായിട്ടും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. നാം കാണുന്നില്ല, ഇത്തരം നടപടി സ്വീകരിക്കുന്നതായിട്ട് നാം കാണുന്നില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഉറപ്പായിട്ടും ഈ നടി ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നടിക്കെതിരെ ഡിഫോമേഷൻ ഉൾപ്പെടെ ഇന്ത്യയിൽ റെലവന്റ് ആയിട്ടുള്ള മുഴുവൻ വകുപ്പുകളും ചുമത്തിക്കൊണ്ട് ഈ കേസിനെതിരെ റിനിക്കെതിരെ പോകാൻ കഴിയും. പക്ഷെ പോകാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കെ അതല്ല ചെയ്യുന്നത്. മറിച്ച് അവർക്കെതിരെ വ്യക്തിഹത്യ കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ അവരെ കൃത്യമായും, അതായത് നമുക്കൊരു തരത്തിലും പൊതുവിടത്തിൽ പറയാൻ പറ്റാത്ത വാചക കസർത്തോടുകൂടി അവർ മുന്നോട്ട് പോകുന്നത്. ഇത് നല്ലൊരു ശീലമല്ല, ഇത് ആരോഗ്യപരമായ ഒരു ലക്ഷണവുമല്ല.
അതേപോലെ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യാജ പരാതി നൽകുന്നത് അതും ഒരു കൂടി വരുന്നൊരു പ്രവണതയല്ലേ? പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ തന്നെയും ഇപ്പോൾ ഭർത്താവിനെതിരെ ആകാം, അല്ലെങ്കിൽ ഭർത്തൃ കുടുംബത്തിനെതിരെയൊക്കെ ആയിരിക്കാം പലപ്പോഴും ഉന്നയിക്കുന്നൊരു പരാതി, അല്ലെങ്കിൽ അതൊരു കളവായിരിക്കാം. പക്ഷേ അതിനെതിരെയൊക്കെ നിയമ നടപടികളൊക്കെ തന്നെയും സ്വീകരിച്ച് പോയ പുരുഷന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വ്യാജ പരാതി വരുന്നതും ശരിക്കും അല്ലെങ്കിൽ കൃത്യമായിട്ട് പരാതിയുമായിട്ട് വരുന്നവർക്ക് കൂടി ഒരു വെല്ലുവിളിയല്ലേ? ഞാൻ അതിനെ ഒരു ജെൻഡർ രീതിയിൽ നോക്കിക്കാണുന്നില്ല. സ്ത്രീകൾ മാത്രമാണ് ഈ വ്യാജ പരാതി കൊടുക്കുന്നു എന്നും എനിക്ക് അഭിപ്രായമില്ല. പുരുഷന്മാരും വ്യാജ പരാതി കൊടുക്കുന്നവർ അനവധിയാണ്. ഈ നമ്മുടെ നാട്ടിലെ കോടതികളിലെ കേസുകളിൽ പലതും പരിശോധിച്ചാൽ പലപ്പോഴും വ്യാജ പരാതികളുടെ എണ്ണം കൂടുതലാണ് എന്ന് കണക്കാക്കാൻ കഴിയും. സ്വന്തം കുഞ്ഞിനെ കൊണ്ട് പോക്സോ ആക്ട് വരുന്ന രീതിയിൽ സ്വന്തം ഭർത്താവിനെതിരെ, ആ കുഞ്ഞിന്റെ അച്ഛനെതിരെ വ്യാജ പരാതി കൊടുത്തുള്ള സ്ഥലത്താണ് നാം താമസിക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും അതിർത്തി തർക്കം ഉണ്ടെങ്കിൽ ആ അതിർത്തി തർക്കം തീർക്കുന്നതിന് വേണ്ടി ഓപ്പണന്റായി നിൽക്കുന്ന ആളിനെതിരെ ഒരു പോക്സോ കേസോ അല്ലെങ്കിൽ ലൈംഗിക ആരോപണമോ കൊണ്ടുവരാൻ തരത്തിൽ വ്യാജമായി സൃഷ്ടിച്ച പരാതികൾ കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലത്താണ് നമ്മുടെ രാജ്യത്ത് പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നിയമത്തിന്റെ ചില പഴുതുകളിലൂടെ ഇവർ രക്ഷപ്പെട്ടു പോകുന്നത്. അതായത് ഒരു തെളിവുകളുടെയും അടിസ്ഥാനമില്ലാതെ ഒരു സ്ത്രീ അത് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയും. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. കാരണം ഒരു സ്ത്രീയും ഒരു കുട്ടിയും അല്ലെങ്കിൽ ഒരു കുഞ്ഞും ഒരിക്കൽ പോലും അവരുടെ ശരീരത്തൊരാൾ സ്പർശിച്ചു അല്ലെങ്കിൽ ലൈംഗികപരമായി ഒരു നോട്ടം നോക്കി എന്ന് കളവ് പറയില്ല എന്ന നമ്മുടെ നിയമത്തിന്റെ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇവർ ദുരുപയോഗം ചെയ്യുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമ്മൾ പലപ്പോഴും ഇത്തരം പരാതി കൊടുക്കുന്ന സ്ത്രീകൾ ഒരിക്കൽ പോലും അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ചാരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തെക്കുറിച്ചോ ഒരു കളവ് പറയില്ല എന്ന നിയമത്തിന്റെ വിശ്വാസമാണ് ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. പക്ഷെ പലപ്പോഴും ഈ നിയമത്തിന്റെ ഈ വിശ്വാസ്യതയെ തകർക്കുന്ന വിധം പലപ്പോഴും പല പരാതികളും വ്യാജമായി സൃഷ്ടിക്കപ്പെട്ട് കോടതിയുടെ മുമ്പിൽ വരാറുണ്ട്, പോലീസ് സ്റ്റേഷനിൽ വരാറുണ്ട്. പക്ഷെ അഗ്രീവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പരാതിപ്പെട്ട് ജയിലിനുള്ളിലേക്ക് പോകുന്ന ആളുകൾ പലപ്പോഴും ഇതിനെതിരെ പോകുന്നില്ല എന്നുള്ളതും കൂടെ വളരെ നിരാശകരമായ ഒരു കാര്യമാണ്. അങ്ങനെ പോകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. വ്യാജ പരാതിയാണെങ്കിൽ ഉറപ്പായും വ്യാജ പരാതി സൃഷ്ടിച്ചവർക്കെതിരെ ഏറ്റവും അവസാന ഘട്ടം വരെയുള്ള നിയമ പോരാട്ടത്തിന് അവർ പോകണം. അങ്ങനെ പോയാൽ മാത്രമേ ഇത്തരം പരാതികൾ കുറയുകയുള്ളൂ. ശരി, വളരെ നന്ദിയുണ്ട് അഡ്വക്കേറ്റ് ആൻസി തങ്ങൾ കുഞ്ഞി അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.